തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ മെഡിക്കൽ സംഘം ഇന്നെത്തും എന്നാണ് വാർത്ത. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നൽകുക. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ചികിത്സ നൽകുന്നതിൽ ഒരു തീരുമാനമുണ്ടായത്. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പള്ളിയിൽ കാട്ടാനയെ കണ്ടതും ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടത് 24. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന വനം വകുപ്പിന്റെ വിശദീകരണങ്ങൾക്കിടെയാണ് മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യം 24 പുറം ലോകത്തെത്തിച്ചത്. ഇതോടെയാണ് ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘമാണ് ചികിത്സ നൽകുക. ഇന്നലെ അതിരപ്പള്ളിയിലെത്തിയ സംഘം ഇന്ന് ആനയെ നിരീക്ഷിക്കും. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും തുടർ ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുക. ആനയെ മയക്കുവെടി വെച്ച് ചികിത്സിക്കുന്നതിനാവശ്യമെങ്കിൽ കുങ്കിയാനകളെ എത്തിക്കുന്നതും പരിഗണനയിലുണ്ട്. 24 തൃശൂർ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മസ്തകത്തിന് മുറിവേറ്റ ആ ആന അതിനെയാണ് ഇപ്പോൾ ചികിത്സിക്കാനായി വിദഗ്ധ സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്. എപ്പോൾ അവിടെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? പ്രജിൻ, ആനയ്ക്ക് ഇന്നലെ തന്നെ ഈ വനംവകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ ഒടുവിൽ കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിലായിരുന്നു ആനയെ കണ്ടത്. പിന്നീട് വനംവകുപ്പ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയും വെറ്റിനറി ഡോക്ടർമാരെ അടക്കം ഈ മേഖലയിൽ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനി നേരം പുലർന്നതിന് ശേഷം മാത്രമായിരിക്കും ആന എവിടെയാണെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെറ്റിലപ്പാറയിലാണ്. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ മാറിയാണ് നിലവിൽ ഈ ആനയുള്ള മേഖല എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘമായിരിക്കും ആനയ്ക്ക് ഈ ചികിത്സ നൽകുക. ഇന്ന് അരുൺ സക്രിയ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം രാവിലെ എത്തി ഈ ആനയെ നിരീക്ഷിക്കും. നിരീക്ഷിച്ചതിന് ശേഷം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നതാണ് പരിശോധിക്കുക. അതിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ആനയുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളമുണ്ട്. ഈ മുറിവ് രൂക്ഷമാണെങ്കിൽ അല്ലെങ്കിൽ മുറിവിൽ നിന്ന് ഈ പഴുപ്പൊക്കെ ഒലിച്ചിറങ്ങുന്ന സാഹചര്യത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആനയുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം എന്നതാണ് ആദ്യഘട്ടത്തിൽ അരുൺ സക്രിയ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ആനയെ നിലവിൽ ഈ പിടികൂടി ചികിത്സിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ, അത്രമാത്രം ആഴത്തിലുള്ള മുറിവുകളാണോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കും. ഇതിനുശേഷം മാത്രമായിരിക്കും ഈ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകൾ എത്തിച്ചുകൊണ്ട് ഈ പിടികൂടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. പിടികൂടുകയാണെങ്കിൽ പോലും ആനയെ മയക്കിയതിന് ശേഷം ഈ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ വെച്ച് തന്നെ ഈ മുറിവ് പരിശോധിക്കുകയും പിന്നീട് മരുന്നടക്കം നൽകിക്കൊണ്ട് ആനയെ കാട്ടിലേക്ക് മടക്കി അയക്കുക എന്ന ദൗത്യമാണ് ഈ വനംവകുപ്പ് മനസ്സിൽ കാണുന്നത്, അല്ലെങ്കിൽ വനംവകുപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് 7:30-8 മണിയോടുകൂടി തന്നെ ദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ, ക്രിസ്റ്റീന. സൂരജ്, ഒരു കാര്യം കൂടി, എന്തായാലും ആനയുടെ ചികിത്സയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി. നമ്മുടെ സൂരജ് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് റൈഡിംഗ് റിപ്പോർട്ടർ ഷൂട്ടിന് പോയപ്പോൾ കൈക്കൊരു പരിക്ക് പറ്റിയിരുന്നു. അപ്പൊ കൈയൊക്കെ സുഖപ്പെട്ടല്ലോ അല്ലേ? പിന്നെ കൈയൊക്കെ റെഡിയായി. അതിനുശേഷം പ്ലാസ്റ്റർ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പറഞ്ഞത് കേട്ടില്ല തോന്നുന്നു അവിടെ.